ഹായ് ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഞാൻ അനിയത്തിയും കൂടി ഇന്ന് ടൗണിൽ പോകാണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് പോവാണ്. അവളെ പിക്ക് ചെയ്യണം. അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് അവൾ ബസ്സിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ വരുന്നത്. അവൾ എന്നെ കാണാതെ അത് അങ്ങോട്ട് പോകും. പിന്നെ എന്നെ കണ്ട് അങ്ങനെ ഇളിച്ചുകൊണ്ട് വരുന്ന കുരുപ്പില്ലേ, അതാണ് എൻ്റെ അനിയത്തി. കയ്യിൽ വേറെ ഒന്നുമില്ല, ഹെൽമെറ്റാണ്. ബസ്സിൽ വരുന്നുണ്ട്, ഹെൽമെറ്റ് കവറിനകത്താക്കി വരിക. അങ്ങനെ ഞങ്ങൾ പിന്നെ പോകാൻ തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ആയ സമയത്തെ. അതുമാത്രമല്ല, കക്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു കക്കോടി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. ആന വരുന്ന കണ്ടപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി അതിൻ്റെ വീഡിയോ എടുക്കുക ആനേൻ്റെ. അപ്പോഴല്ലേ ഒരു സംഭവം മനസ്സിലാവുന്നത്, അത് ഒറിജിനൽ ആനയല്ലായിരുന്നു. പക്ഷേ അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മനസ്സിലാവില്ല അത് ആനയല്ല, ഒറിജിനൽ ആനയല്ല എന്നുള്ളത്. അങ്ങനെ ടൗണിലൊക്കെ പോയി അവൾക്ക് കോളേജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിൽ പോവാണ്. അവൾക്ക് തന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ പോവാണ്. ഹൈവേയിലെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി ഹൈലൈറ്റിലേക്കൊക്കെ. ഫൈനലി ഹൈലൈറ്റ് എത്തി ഗായ്സ്. അത്യാവശ്യം ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് ശനിയാഴ്ചയാണ്, ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇത് കൊറിയൻ ചിക്കനാണ് കേട്ടോ. പോപ്പോയ്സ് ഇല്ലേ, പോപ്പോയ്സിൻ്റെ ബ്രാൻഡിലെ ഒരു കൊറിയൻ ചിക്കനാണ്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയില്ല. രണ്ടാളും ഭയങ്കര എക്സൈറ്റഡാണ്. പിന്നെ ഒരു ക്ലാസിക് ബർഗർ വാങ്ങിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല.